എൻ്റെ പേര് ലേഹ ജോബി. ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ അമ്മയുടെ തിരുനിരയിൽ നിന്ന് സാക്ഷ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. അതിനുള്ള എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2018 അത് പിന്നെ കൊറോണയൊക്കെ കാരണം മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത്, ലേഹ, നീ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, നിനക്കൊരു വീട് ലഭിക്കും, നീ വീണ്ടും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. അങ്ങനെ 2022 ഞാൻ ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ഒരു വർഷത്തിനുള്ളിൽ 2023 അമ്മ ഞങ്ങൾക്കൊരു ഭവനം തന്നു. ഭവനം മാത്രമല്ല അമ്മ ഞങ്ങൾക്ക് തന്നത്, നല്ലൊരു ഭവനം തരികയും ചെയ്തു. അത് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഭവനം തന്നു. 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയയും, അങ്ങനെ ഒരു നല്ലൊരു ഭവനം തന്നു. ഭവനം തന്നെങ്കിലും ആ മുറികളിടാനുള്ള ഫർണിച്ചർ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ ഭർത്താവിന് മീനെടുത്ത് വിൽക്കുന്ന ജോലിയാണ്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഇത് നമ്മൾക്ക് മാതാവ് ഭവനം തന്നു, പക്ഷെ നമ്മൾക്ക് ആ ഭവനത്തിലിടാനുള്ള ഫർണിച്ചർ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. 2 കട്ടിലും മാത്രമേ ഞങ്ങൾക്ക് ആ ബെഡ്റൂമിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, അമ്മ തന്ന വീടാണെങ്കിൽ അമ്മ നമ്മൾക്ക് ആ മുറികളിൽ വേണ്ട സാധനം കൂടെ അമ്മ നമുക്ക് ക്രമീകരിച്ച് തരുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ കഴിഞ്ഞ 2023 ജൂൺ മാസം ഞങ്ങൾ ആ ഭവനത്തിലോട്ട് മാറി. ജൂൺ മാസം ഞങ്ങളോട്ട് മാറി. ജൂലൈ മാസമായപ്പോൾ ഭർത്താവിനൊരു സ്ഥലക്കച്ചവടം ലഭിക്കുകയുണ്ടായി. സ്ഥലക്കച്ചവടത്തിന് ബിസിനസ്സുണ്ട് ഭർത്താവിന്. അങ്ങനെ 1.25 ലക്ഷം രൂപയുടെ ഒരു സ്ഥലക്കച്ചവടം നടന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ആ എല്ലാ മുറികളിലും ഫർണിച്ചർ സാധനം വാങ്ങിച്ചിടുവാനും, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വന്നു അമ്മ, ഇൻവെർട്ടർ വാങ്ങിച്ചു വന്നു. ഇനി ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു സാധനം ഇടാൻ സ്ഥലമില്ല. അതുപോലെ ഞങ്ങളമ്മ അനുഗ്രഹിച്ചു. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8 ഫാമിലിയായിട്ട് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോവുകയുണ്ടായി. ഞാനും ഭർത്താവും 2 മക്കളും കൂടി. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ സെപ്റ്റംബർ 7 ചെന്നു. അമ്മയുടെ തിരുനാളിന് സെപ്റ്റംബർ 8 ഞങ്ങൾ തലേന്ന് കുമ്പസാരിച്ച് പിറ്റേ ദിവസം 8 രാവിലെ മലയാള മാസമായിരുന്നു. ആഘോഷമായ ദിവ്യയിൽ ഞങ്ങൾ പങ്കെടുത്തു. അപ്പോൾ ഭർത്താവ് ഷുഗറിൻ്റെ ഗുളികയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഷുഗറും കൊളസ്ട്രോളുമുള്ള ആളാണ്. ഷുഗറിൻ്റെ ഗുളിക എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ കുർബാനയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ ദേവാലയങ്ങളിലും കയറി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആരാധന ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ലേഹ, എനിക്ക് തല കറങ്ങുന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരെയും കൊണ്ട് ആ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിള്ളേരും ഭർത്താവും കൂടെ ബാത്റൂമിലോട്ട് പോയി. ബാത്റൂമിലോട്ട് അങ്ങോട്ട് കയറിയില്ല. ഭർത്താവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഭർത്താവിന് ഓർമ്മയൊന്നുമില്ലായിരുന്നു. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്ന്. കാര്യം ഭാഷ അറിയത്തില്ല. ഞാനും 6ലും 5ലും പഠിക്കുന്നതിന് മക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് പോയെങ്കിലും ഞാൻ ഉടമ്പടി തൈലവും അമ്മയുടെ ഉപ്പും എല്ലാം കൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇപ്പോൾ പെരുന്നാളിൻ്റെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ വോളണ്ടിയറായിട്ടിരുന്ന 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ആദ്യം ഓർത്ത് ഭർത്താവ് ബോധം കെട്ട് വീണപ്പോൾ മദ്യപിച്ച് വല്ലതും സംഭവിച്ചായിരിക്കും, ആരും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാനൊരു അണ്ണനോട് പറഞ്ഞു, അണ്ണ മദ്യപിച്ചൊന്നുമല്ല ഭർത്താവ്, എനിക്ക് ഭാഷ അറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞു, ഭർത്താവ് ഞങ്ങൾ ഷുഗറിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തില്ല, എനിക്ക് തമിഴ് അറിയത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഷുഗറിൻ്റെ ടാബ്ലറ്റ്സ് എടുത്തില്ല, അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പം മാതാവായിട്ടായിരിക്കും ആ വോളണ്ടറി ആയിട്ടുന്ന ഒരു അണ്ണൻ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന്, അക്ക വിഷമിക്കേണ്ട, അക്കാരോടെ ഞാൻ ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകനും 2 പേരും കൂടെ, ഹസ്ബൻഡ് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളാണ്, എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓട്ടോയിൽ ഹസ്ബൻഡിനെ ആ 2 ചേട്ടന്മാരും കൂടി
ഞങ്ങൾ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ അണ്ണൻ ഞങ്ങളുടെ കയറി വന്നു. ആ അണ്ണനെ ഞാൻ ഉദ്ദേശിക്കുന്ന മാതാവാണ് കയറി വന്നത് എൻ്റെ കൂടെ. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഭർത്താവിന് ബോധമൊന്നുമില്ലായിരുന്നു, ഷുഗർ കൂടിപ്പോയിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ട്രിപ്പിട്ട് അല്ലേ അവിടെ അഡ്മിറ്റാക്കി. അപ്പം ഞങ്ങൾ റിസർവേഷൻ ചെയ്താണ് അവിടെ വന്നത്. ഞങ്ങൾക്ക് അന്ന് തന്നെ 5 മണിക്ക് ട്രെയിനുണ്ട് തിരിച്ച് നാട്ടിലോട്ട്. അപ്പം ഞങ്ങൾ 1 മണിയൊക്കെയായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ. അങ്ങനെ ഇന്നപ്പോൾ ഒരു ബോധമൊന്നും വീണില്ല ഭർത്താവിന്. അങ്ങനെ ഞാൻ ആ പിള്ളേരും കൂടെ ആകെ വിഷമിച്ചിരുന്നപ്പോൾ ഈ അണ്ണൻ പറഞ്ഞ്, അക്ക വിഷമിക്കേണ്ട, ഞാനില്ലേ, അക്ക വിഷമിക്കേണ്ട, നമുക്കെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ്, അണ്ണനെല്ലാം അസുഖമൊക്കെ മാറുമെന്ന് പറഞ്ഞ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ മാതാവിനെ മുട്ടിപ്പായി വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കിവിടെ ഭാഷ അറിയത്തില്ല, ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭർത്താവിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഞാൻ ഓർത്ത് നിങ്ങൾ പോകത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെയായ പക്ഷം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഭർത്താവിനെ നെറ്റിക്ക് നെഞ്ചത്തുമൊക്കെ വിട്ടുകൊടുത്തു. അങ്ങനെ ഇതിപ്പോൾ ഭർത്താവിനും ഷുഗറിൻ്റെ ഈ മരുന്ന് ട്രിപ്പിട്ടപ്പോൾ പനി കൂടിപ്പോയി, പനിയായിട്ട് വിറച്ച് ഭയങ്കര പനിയായിട്ട് പോയി. പിന്നെ ഭർത്താവ് തണുപ്പ് കൊണ്ട് ഭയങ്കര വിഷമം, ബെഡ്ഷീറ്റിട്ടൊന്നിട്ട് പുതച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ച്, ചേച്ചി ഭർത്താവ് കഴിക്കുന്ന ഗുളിക കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ നാട്ടിലോട്ട് ഭർത്താവിൻ്റെ അമ്മച്ചിയെ വിളിച്ചു. ഞാൻ വാട്സപ്പിൽ ഭർത്താവിൻ്റെ ഗുളികയുടെ ഇതിട്ട് തരാൻ പറഞ്ഞു. അമ്മച്ചി അങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് തന്നു. അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് അങ്ങനെ ഡോക്ടർ മരുന്ന് ചെയ്തെങ്കിൽ ഒരു മാറ്റവും ഇല്ല. ഭർത്താവിനൊരു കണ്ണ് തുറക്കുന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഞാനപ്പോൾ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി ഞങ്ങളെ ഇവിടുന്ന് അമ്മ നാട്ടിലോട്ട് ഇന്ന് തന്നെ വിടുമെങ്കിൽ ഞാൻ അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നില്ല. ഭർത്താവ് പതിയെ കണ്ണ് തുറന്നു. ഭർത്താവ് പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. പെട്ടെന്ന് തന്നെ പനിയൊക്കെ കുറഞ്ഞു. ഒരു 3:30 ഞങ്ങൾ അതുവരെ നിൽക്കുമ്പോൾ എൻ്റെ മക്കൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. രാവിലെ കുർബാനയ്ക്ക് മുന്നേ 8:30 ഭക്ഷണം കഴിച്ചതാണ് എൻ്റെ മക്കൾ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഭർത്താവ് 3:30 ചാടി എണീറ്റച്ഛൻ പറഞ്ഞു, ലേഖ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് 5 മണിക്ക് ട്രെയിനുള്ളതല്ലേ, നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വിടാൻ പറ്റത്തില്ല ചേച്ചി, ഷുഗർ താന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല ഡോക്ടറെ, എൻ്റെ കയ്യിൽ വേറെ പൈസയില്ല, ഞങ്ങൾ റിസർവേഷൻ ചെയ്തിരിക്കുവാണ്, ഞങ്ങൾക്ക് 5 മണിക്കാണ് ട്രെയിനെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു മാതാവ് ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ല. ഞങ്ങൾ ആ ഒരു വിശ്വാസത്തോടുകൂടി അവിടെ നിന്ന് ഞങ്ങൾ 4 മണിയായപ്പോൾ 4:30 ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത്. ഡോക്ടർ പറഞ്ഞ് എനിക്ക് ഉറപ്പില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ എഴുതി വെപ്പിച്ച് ഞങ്ങൾ 4:30 അവിടെ നിന്ന് ഇറങ്ങി. 1/2 മണിക്കൂർ കൊണ്ട് ആ ഒരു ഓട്ടോക്കാരനോട് സ്പീഡേ വണ്ടി വിടാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതിൽ കൂടുതലായി ഭർത്താവ് ട്രെയിനകത്ത് കയറി. രാവിലെ ആയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ട്രെയിനകത്തൊന്നും. രാവിലെ ആയപ്പോൾ ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ കയറിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ കൂടുതൽ വിശ്വാസം ഇപ്പോൾ എൻ്റെ ഭർത്താവിനുണ്ട് ഉടമ്പടിയോട്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പിറ്റേന്ന് സൺഡേയിൽ ഇവിടെ വന്ന് രാവിലത്തെ കുർബാനയും കൂടിയച്ചുമാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അങ്ങനെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നീ 2 വീലർ പഠിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കതിന് കഴിവൊന്നുമില്ല, ഞാൻ പഠിക്കത്തെന്ന് വിചാരിച്ചു. അതിന് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ 2 വീലർ പഠിക്കാൻ വേണ്ടി പോയി. ഞാൻ 3 മാസം ഞാൻ പഠിക്കാൻ പോയിട്ട് എനിക്ക് രക്ഷയില്ല. എനിക്കറിയാം എനിക്കിത് പറ്റത്തില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാവരും പഠിച്ച് ലൈസൻസും കിട്ടി. അപ്പോൾ ഡെയിലി 150 രൂപ കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ മടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനിനി പഠിക്കുന്നില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു, മോളെ ഇനി അടുത്ത മെയ് മാസം മുതൽ പുതിയ നിയമങ്ങൾ വരുമല്ലേ, നീ പൈസ അടച്ചതല്ലേ, നീ പഠിക്ക്, എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ മാർച്ച് മാസം ഞാൻ ഡ്രൈവിങ് വീണ്ടും ഇറങ്ങി. അതിനിറങ്ങി 10 ഞാൻ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയെ ഞാൻ ഡെയിലി 150 രൂപ വിലയും കൊടുക്കുന്നത്,
നീ എൻ്റെ 10 ദിവസം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഈ 10 ദിവസത്തിനുള്ളിൽ എനിക്ക് പറ്റത്തില്ല, ഇനി എനിക്ക് കഴിവില്ല, അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ അമ്മ ഇനി 10 ദിവസത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ച് 8 എടുത്ത് ആ ടെസ്റ്റും പാസ്സാകാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു, ഭയങ്കര അത്ഭുതമാണ് ലേഹക്ക് നടന്നത്. ഞാനെൻ്റെ കൃപാസനത്തിലെ ഉപ്പ് കൊണ്ട് 8ൻ്റെ ടെസ്റ്റിൽ കൊണ്ട് ഞാനവിടെ ഇട്ടു. ഞാനവിടെ 8 ടെസ്റ്റിൽ ആ ഗ്രൗണ്ടിൽ കൊണ്ട് ഞാൻ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പിട്ട് ഞാൻ 8 എടുത്ത്. ഭയങ്കര അത്ഭുതമായിരുന്നു അവിടെ നിന്നത്. ഞാൻ കാലൊന്നും വെക്കാതെ നന്നായിട്ട് വണ്ടി ഓടിച്ച് എനിക്ക് 8ൻ്റെ ആ ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. എനിക്ക് ലൈസൻസും കിട്ടി. അതിന് അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിലെ 3 അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരുവാൻ പറ്റി. ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതം തന്നെ ഒത്തിരി മാറ്റം എനിക്കുണ്ടായി. ഒത്തിരി അത് ഡെയിലി ഞാൻ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും അത്രയ്ക്ക് അസ്വസ്ഥതയോ അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുർബാന മുടക്കത്തുള്ളൂ. ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നത്. പിന്നെ 5:30 ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് ഒത്തിരി സാമ്പത്തികമൊന്നുമില്ല. എൻ്റെ ഭർത്താവിന് മീൻ കച്ചവടമാണ് ജോലി. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഞാൻ സഹായിക്കും. ഇന്നാണേലും ഞാനിവിടെ ഇല്ലായ്മയിൽ നിന്ന് പോലും ഞാൻ 2 പൊതി ചോറ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വാതിക്കലുള്ള ഒരു അച്ചായനും ഒരു അമ്മച്ചിക്കും കൊടുത്ത് അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ എന്നിലുള്ള പൈസ കൊണ്ട് ഞാനുണ്ടില്ലേലും ഇവിടെയുള്ള ആർക്കെങ്കിലും ഞാനൊരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത്, ഞാൻ ആദ്യമൊക്കെ ചമ്പക്കുളത്ത് ഞങ്ങളുടെ അടുത്ത കൂട്ടായ്മയിൽ മാത്രമേ പത്രം കൊടുക്കത്തുള്ളായിരുന്നു. അവിടെ ചമ്പക്കുളത്ത് മിക്ക വീട്ടിലും എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണ്. അപ്പം ഞാനും അവിടെ കൊടുത്ത് എൻ്റെ ജോലി പൂർത്തിയാക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ജോസഫച്ചൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു, സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് നമ്മൾ ഉടമ്പടി പത്രം കൊടുക്കണം, അല്ല നമ്മുടെ അടുത്തുള്ളവർക്ക് കൊടുത്ത് നമ്മൾ ജോലി തീർക്കരുതെന്ന് പറഞ്ഞു. അതെനിക്കൊരു പ്രചോദനമായി. ഞാനത് കഴിഞ്ഞ മാസം ഇവിടുന്ന് പത്രം വാങ്ങിച്ച് നേരെ ഞാൻ പോയത് വണ്ടാനം ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതമാണ് നടന്നത്. ഞാൻ ആ പത്രവുമായിട്ടൊരു പിള്ളേരുടെ വാർഡിലാണ് ഞാൻ കയറിയത്. അപ്പം എൻ്റെ വാതിക്കലൊരു സെക്യൂരിറ്റി ലേഡിയായിരുന്നിരുന്നത്. ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, മാഡം ഞാൻ ഈ പത്രമൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, മോളെ ഈ പത്രമൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല, അത് ക്യാൻസലാക്കിയിരിക്കുകയാണ്, ഭയങ്കര കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ്. ഞാനപ്പോൾ മനസ്സ് കൊണ്ടുകൊടുത്ത്, എൻ്റെ മാതാവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് 2 മണിക്ക് ഞാൻ അവിടെ ചെല്ലുന്നത്, എന്നെ നീ നിരാശയാക്കല്ലേ എന്ന് പറഞ്ഞ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഈ സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞ്, മോളെ നമ്മൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മോള് ധൈര്യമായിട്ട് കയറി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സെക്യൂരിറ്റി കുനിഞ്ഞിരുന്ന് ജപമാല ചൊല്ലുവാണ്. അപ്പം ഞാനവിടെ ഓർത്ത് അവിടെ നിന്ന് മാതാവാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ഞാൻ ആ വാർഡിൽ കയറി. വേണ്ടുന്നവർക്ക് മാത്രം ഞാൻ ആ പത്രം കൊടുത്തു, വേണ്ടാത്തവർക്ക് കിട്ടിയവർക്കൊന്നും ഞാൻ കൊടുത്തില്ല. ആ പത്രമോട്ട് ഞാൻ തിരിച്ചു വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവർക്കും കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ പത്രവും കൊടുക്കുക, വേണ്ടുന്നവർക്ക് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ക്രൈസ്തവരായ മക്കൾക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ സഹോദരൻ ഒരു ദിവസം കടലിലെ പണിയാണ് അവനൊരു രാത്രി മീനെല്ലാം കൊടുത്തച്ഛൻ വന്നപ്പോൾ രാത്രി സ്റ്റെപ്പിൽ തലയടിച്ച് വീണു. അപ്പോൾ അമ്മ വിളിച്ചച്ഛൻ പറഞ്ഞു, മോനെ അവന് ബോധമില്ല, അവന് അനക്കമൊന്നുമില്ല, അവൻ്റെ നെഞ്ചത്തോട് സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇടിച്ച് കയറി. അങ്ങനെ അവന് രാത്രി 10-11 മണിയായപ്പോൾ എൻ്റെ ചേച്ചിയും അടുത്തുള്ളൊരു മോനും കൂടെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടാനത്ത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി മരുന്നൊക്കെ ചെയ്ത് ബോധമൊക്കെ വന്ന് തിരിച്ച് വന്നെങ്കിലും അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാനവനെ വിളിച്ചപ്പോൾ അവൻ രാവിലെ പറഞ്ഞു, ലേഖ എനിക്ക് സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇടിച്ച് വീണതാണ്ട് ഈ നെഞ്ചത്ത് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാണ്. കാര്യം അവന് 3 പെൺപിള്ളേരാണ്. എൻ്റെ അച്ഛനും അമ്മച്ചിയും പ്രായമാണ്. അങ്ങനെ ഞാൻ
ഇവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ, ഞാനിവിടെ എൻ്റെ നെഞ്ചത്തിട്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരൻ നെഞ്ചത്താണ് ഞാനിടുന്നുള്ള വിശ്വാസത്തിൽ ഞാനിട്ട് പ്രാർത്ഥിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അമ്മച്ചിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മച്ചി എങ്ങനെയുണ്ട് അവന്? അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലടി, അവന് ആശാരിപ്പണിയും ഉണ്ട്. അപ്പോൾ പറഞ്ഞ് അവൻ പണിക്ക് പോയി, അവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പിന്നെ ഉടമ്പടിക്കന ഞങ്ങളുടെ അടുത്ത് അക്രൈസ്തരമായിട്ടുള്ള ഒരു മകളുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ്. അവൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അവളിതുപോലെ വെച്ചും പറഞ്ഞ്, ലേഖ ഇന്നുപോലെ രണ്ടാമതൊരു കൊച്ചിന് വേണ്ടി ആഗ്രഹിച്ച് 13 വർഷമായി. അപ്പോൾ രണ്ടാമതുണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞ് ആ മാസമൊക്കെ പീരീഡ്സ് ആയിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ്, ലേഖ എനിക്കറിയത്തില്ല, എനിക്ക് എല്ലാ മാസവും അബോർഷനായി പോയണമെന്ന് പറഞ്ഞ്. എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ കഴിഞ്ഞ വർഷം ആ മകൾ പീരീഡ്സ് ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് ഞാൻ ആ മകളുടെ വയറ്റത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം ഞാൻ പുരട്ടി. ഞാൻ പറഞ്ഞു, നീ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കുന്നു. ഈ മാസം നിനക്ക് ബ്ലീഡിങ് ഉണ്ടാകത്തില്ല. മാതാവ് നിനക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഞാൻ നേർന്നു. അങ്ങനെ ആ മകൾ ആ മാസം തന്നെ പ്രഗ്നൻ്റായി. അവൾക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവൾക്കിപ്പോൾ രണ്ടാമതൊരു പെൺകുഞ്ഞിനെ കിട്ടി. അങ്ങനെ ആ മകൾക്ക് രണ്ടാമതും ബ്രസ്റ്റിലും കൈയുടെ കക്ഷത്തും ഒരേ മുഴ വന്ന് ആ മകളോട് വീണ്ടും വന്ന് ആ മകൾക്ക് നല്ല വിശ്വാസ കൃപാസനത്തോടും എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പിനോടും ഉടമ്പടി തൈലത്തോടുള്ള അവൾക്കറിയാം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച എല്ലാം മാറുമെന്നുള്ളത്. അവൾ വീണ്ടും വന്നിച്ചും പറഞ്ഞു, ലേഖ എൻ്റെ ബ്രസ്റ്റിലും കൈയുടെ കക്ഷത്തും ഓരോ മുഴയുണ്ട്, എൻ്റെ കൈക്കുഞ്ഞല്ലേ, ഞാൻ എന്ത് ചെയ്യും? നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മകളുടെ ബ്രസ്റ്റിലും കക്ഷത്ത് വിട്ടു കൊടുത്ത്. അങ്ങനെ ആ മകളത് ഹോസ്പിറ്റലിൽ ചെന്ന് കീറി ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി ആദ്യം വന്ന് കുഴപ്പമില്ലാന്ന് വീണ്ടും അവർക്ക് ഡൗട്ടായി. അവർ വീണ്ടും ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ ആ മകൾക്ക് ടെൻഷൻ കൂടി വീണ്ടും ഓടി വന്ന്, ലേഖ ഞാൻ എന്ത് ചെയ്യും? ലേഖ ഞാൻ പറഞ്ഞു, നീ ഉറച്ച് വിശ്വസിച്ചു, നിൻ്റെ രണ്ടാമത്തെ റിസൾട്ടിന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നെഞ്ചത്തും അവളുടെ കക്ഷത്തിലും ഉടമ്പടി തൈലമിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് മുട്ടപ്പായിട്ട് പ്രാർത്ഥിച്ചു, അമ്മ ഇതും കൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം, ആ മകൾക്കൊരു കൊച്ചു കുഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രതീക്ഷിൻ്റെ പ്രാർത്ഥനയെല്ലാം ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ റിസൾട്ട് വന്നു, ആ മകൾക്കൊരു കുഴപ്പവുമില്ല. അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ശേഷം 14 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞാൽ 1 മാസം 2 ആഴ്ച സന്തോഷവും സമാധാനവുമാണെങ്കിൽ എൻ്റെ ഭവനത്തിൽ അടുത്ത 2 ആഴ്ച എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി ഞാൻ ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കും. പക്ഷേ ഈ ഉടമ്പടി 2022 ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരെക്കും അമ്മയുടെ കൃപ കൊണ്ട് ഒരു പിണക്കവും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നാലും ഞങ്ങൾക്കുള്ള ആ സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോലെയാണ് കടന്നു പോവുകയാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവുമാണ്. അത് ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയും, ലേഖ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കെന്ത് സന്തോഷവും സമാധാനവുമാണ് മാതാവ് തരുന്നത്. അങ്ങനെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.